ഈ അവസ്ഥകളെല്ലാം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിലും എല്ലാ സാധകരിലും എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യരിലും അനുകൂലമായ ഈ ഘടകങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും സാധകരാകാത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആദ്യം ഇറങ്ങിയവൻ ഒരു ഡൗട്ടും ഉണ്ടായില്ല, ഒരു സംശയവും ഉണ്ടായില്ല. അവൻ മൂർത്തിയെ ചവിട്ടി താഴെ ഇറങ്ങി, അവൻ സ്വസ്ഥമായി താഴെ എത്തി. രണ്ടാമത്തെ ആൾ വിചാരിച്ച് എന്തായാലും ഞാൻ മൂർത്തിയല്ലേ ചവിട്ടുന്നു, ഒരു കാര്യം ചെയ്യാം, ഇല ഇട്ടിട്ട് മൂർത്തിയെ, അതായത് മൂർത്തിയുടെ മുകളിൽ ഇല ഇട്ട് അപ്പോൾ മൂർത്തിയുടെ മുകളിൽ ചവിട്ടണ്ട, ഇലയുടെ ചവിട്ടിൽ ആ പാവം നമുക്ക് കിട്ടത്തില്ലല്ലോ ഇലയിൽ ചവിട്ടിയ. കോശങ്ങളിലൂടെ വന്ന് മന്ത്രണത്തിലൂടെ കടന്നുപോയി മനോജപത്തിലേക്ക് എത്തേണ്ടവനാണ് സാധകൻ. മനോജപം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അവനിൽ നിശബ്ദത മാത്രമേ ഉണ്ടാകൂ.